വയറ്റിലൊരു കൊച്ചിനെ വെച്ച് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. നീ ഇത് എവിടുന്ന് ഒപ്പിച്ചതാടി? ഇവിടുന്നോ അതോ നിന്റെ നാട്ടിൽ നിന്നോ? ചോദിച്ചിട്ട് കാര്യമില്ല. ഇവക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവില്ല. അവക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ എന്റെ കയ്യിലുണ്ട്. അതേ ഒരു 4 വാക്ക് ചോദിക്കട്ടോ? തല്ലിത്തകടം ചത്തുപോയാലേ തമിഴ്നാട് മൊത്തം അങ്ങ് ഇളകി വരും. അപ്പൊ എന്തോ ചെയ്യും? അധികം പീഡിപ്പിക്കല്ലേ എന്ന് പറയടാ. അവള് നമ്മുടെ പേര് പറയും. അയ്യോ. കുട്ടികളുടെ അച്ഛൻ നിന്റെ ദേഹത്ത് കൈവച്ച നീ ചത്തുപോകും. അങ്ങേര് നിന്നെ തല്ലുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. അതാ ഞാൻ ഇങ്ങനൊക്കെ നിന്നെ വേദനിപ്പിക്കാതെ പെരുമാറിയത്. എന്താ മോളെ നീ ഇങ്ങനെ? ആരാ നിന്നോട് ഈ മഹാപാപം ചെയ്തത്? പറ, ചൊല്ലേ, ആരാ? നീ എപ്പോഴാടാ വന്നത്? ഇങ്ങു വന്നേ. അവളിപ്പോ 1 അല്ല 2 ആടാ. ആര്? പവിഴം. ബഹളം ഞാനും കേട്ടു. അതെന്താണെന്ന് അറിയാനാ ഞാനിവിടെ നിന്ന്. ഒരു കാര്യം ചെയ്യാം, ഇറക്കി തന്നോ, ഞാൻ അവളെ കൊണ്ടുവിടാം. വേണ്ട. അവിടെ എത്തി അവള് നിന്റെ പേരെങ്ങാനും വിളിച്ചു പറഞ്ഞാല് ആ നാട്ടുകാരെല്ലാരും കൂടി നിന്നെ പിടിച്ചു കെട്ടിക്കും. ആരും കാണുന്നത് പോലെ അല്ലടാ മോനെ. ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല. നീ വരാൻ കാത്തു നിന്നാടാ. വൈകിയത് കാരണം അഡ്രസ് ഊഹിച്ചെടുത്ത് പരമശിവത്തെ കൊണ്ട് അവിടെ അച്ഛൻ വരാൻ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ആർക്ക്? കൗണ്ടർക്കോ? എന്താടാ? ഒന്നുമില്ല. മച്ചമ്പി എങ്ങോട്ടാ? നാട് വിടുന്നതാ ബുദ്ധി. ഇനി ഞാൻ ഇതിനകത്തില്ല. അപ്പൊ തന്റെ കൃഷിയോ? എന്തോന്ന് കൃഷി? അതിലും വലിയൊരു വ്യക്തിത്വം മുളയ്ക്കുന്നതും കാത്തിരിക്കേ ബാക്കിയുള്ളവര്. എനിക്ക് വയ്യ, ഞാൻ പോണു. പോവാൻ വരട്ടെ. ഇത് നട്ടതാരാണെന്നൊന്ന് അറിഞ്ഞിട്ട് മതി മച്ചമ്പി നാട് വിടുന്നതൊക്കെ. ഓർമ്മയുണ്ടോ ഒരു ഗുളിക വീണെന്നും പറഞ്ഞ് മച്ചമ്പി ഇരുട്ടത്ത് ഇതിനകത്തൊക്കെ തപ്പി നടന്നത് ഞാൻ കണ്ടതാ. നേരാ, ഞാൻ നടന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, മച്ചമ്പിയുടെ മക്കളും മച്ചമ്പിയും നടന്നിട്ടുണ്ട്. ഇരുട്ടത്ത് നടക്കുമ്പോ ലൈറ്റ് ഇട്ടതാരാ? മച്ചമ്പിയല്ലേ? മച്ചമ്പി എന്തിനാണ് ചോദിച്ചത്? അയ്യോ വേണ്ട, വേണ്ട, വിടാനാ പറഞ്ഞത്. അയ്യോ എന്റെ ഈശ്വരാ, എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? വിടാൻ. നേരാ, ഞാനും വന്നിട്ടുണ്ട്. എന്നാൽ അതൊന്ന് അറിഞ്ഞിട്ട് മതി ഇനിയത്തെ കളി. അത് ഞാനാണെന്നറിഞ്ഞാ നിങ്ങൾക്ക് എന്നെ വെട്ടിക്കൊല്ലാം. മറിച്ച് എന്റെ മക്കളോ മച്ചമ്പിയോ ആണെന്നറിഞ്ഞാൽ ഒരു കൊല ചെയ്യാൻ ഞാനും മടിക്കല. പോടാ, പോക്കൂത്തി പോലെ നിൽക്കാതെ പോയി പറമ്പിലെ പണി നോക്ക്. ഇത് നുള്ളി എടുക്കാൻ എനിക്കറിയാം. ഇത് കാരണം നനച്ചു വളർത്തുന്ന കൃഷികളിൽ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ കൊന്നുകളയും ഞാൻ എല്ലാത്തിനെയും. ഹരികൃഷ്ണൻ എവിടെടാ? അവൻ കിളക്കാൻ ആഫീസിലേക്ക് പോയി മച്ചമ്പി. ആ, എന്താടാ? അവളെ ഇങ്ങനെ പൂട്ടിയിടാൻ ഇതെന്താണ് ജയിലോ? അതെ, ജയില് തന്നെയാ. പിന്നെ ഞാൻ എന്താടാ ചെയ്യാ? ഞാൻ പൂട്ടും. ഭക്ഷണം ഞാൻ തന്നെ കൊടുക്കും. ശ്വസിക്കാനുള്ള വായു ഇഷ്ടം പോലെ അതിനകത്തുണ്ടല്ലോ. അവിടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നത് വരെ ഇവിടുത്തെ ഒരൊറ്റ കുഞ്ഞുങ്ങൾ അവളെ കാണരുത്. ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞിന് സുഖമല്ലേ? പേടിക്കരുത്, നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണാം.
கருப்பூரத்து எங்கடி? 2 நாளா நான் அவனை பார்க்கவே இல்லைங்க. அந்த குட்ட நாய் வந்தானா? ஏங்க ஏன் அவரை தேடுறீங்க? அந்த நாயோட துண்டு துண்டா வெட்டி போடணும். கற்பூரத்தை கொளுத்தி சாமி காட்டு. ஒரு நல்ல காரியத்தை முடிச்சிட்டு வரேன். ഈ കർപ്പൂരം തൊട്ട് നീ അമ്മയോട് സത്യം പറ. നീ പിഴച്ചതാണോ അതോ ഈ വീട്ടിലുള്ളവർ വല്ലവരും ആണോ നിന്റെ വയറ്റിലുള്ളതിന്റെ തന്ത? പറയടി, സത്യം പറ. നിന്നെ ഞാൻ സഹായിക്കാം. പിഴച്ചതാണോന്ന് ഞാൻ എങ്ങനെയാ ഇപ്പൊ തമിഴ് ചോദിക്കുക? എനിക്ക് അറിഞ്ഞുകൂടല്ലോ. ഭാനുമതി, കർപ്പൂരം കാണിച്ചിട്ടുണ്ടായി. ഒന്നും ആയില്ല. ഇത്രയും വലിയ നീളത്തിൽ തമിഴ് പറയാൻ എനിക്കറിയാവോ? അവക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ അത് കെടുത്തി വെച്ചേച്ച് നീ അവളോട് ആ തുണിക്കെട്ട് എടുത്തോണ്ട് വരാൻ പറ. അവളുടെ വീട്ടിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്. പറഞ്ഞു വിട. എന്റെ ഭഗവാനെ, ദൈവം തന്നെ ചെകിടനാക്കിയത് നന്നായി. അല്ലെങ്കിൽ ഒരു 4 അക്ഷരം ഞാൻ തന്നോട് പറഞ്ഞേനെ. പേടിക്കരുത്, നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണാം. നേരത്തെ കിട്ടുന്ന വാഹനം ഏതാണെന്ന് വെച്ചാൽ അതിന് തന്നെ പൊയ്ക്കുള്ളൂ. കത്ത് കിട്ടിയിട്ട് എവിടെ കൊണ്ടുവന്ന് ആക്കിയാളൊന്നും വരാൻ തോന്നിയില്ലേ? അങ്ങേർക്ക് മുഴുവൻ മനസ്സിലായി. എന്താ കുട്ടി, നീ പോണില്ലേ? നേരായ മനസ്സോടെ അങ്ങോട്ട് ഇറങ്ങുക. പിടിച്ചിറക്കി അശുദ്ധമാക്കണ്ട. അവരെവിടെ? ബഹളം வைக்காத வேகம் வா. ஹரி வண்டிக்கத்துண்டு. உன்னை இவ்வளவு சீக்கிரம் சந்திப்பேன்னு நான் கனவுலையும் நினைக்கல. வாமா கண்ணு, வந்து உட்காரு. വാടി ഇങ്ങോട്ട്. കേരടി വണ്ടിയിലും എനിക്ക് ഇത്തിരി ചക്രം കിട്ടുന്ന കേസാ. എങ്ങോട്ടാ? ആ കുട്ടിയെ മുറിയിൽ അടച്ചിട്ടിരിക്കുക. ചത്തോ ജീവനുണ്ടോ നോക്കണ്ടേ? ഞാൻ ആ കുട്ടിക്ക് ഭക്ഷണം എന്തെങ്കിലും. എന്നാൽ ആ ഭക്ഷണം സ്വയം അങ്ങ് കഴിക്കാം. അവളുടെ അണ്ണൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. അണ്ണനോ? അതെ, അണ്ണൻ. അന്ന് വന്ന അണ്ണൻ. ദൈവമേ, ചതിച്ചോ? എന്താ മോനെ പറ്റിയത്? അവര് ഏത് വഴിക്കാ പോയത്? ഒപ്പോണെങ്കിൽ വാരിശാല വഴി ഓടിക്കോ. അവര് ജീപ്പിനാ പോയത്. കണ്ണപ്പാ, കണ്ണപ്പാ, നേരെ കളയാതെ വേഗം ഓട്. അവളത്തെ അവളുടെ അണ്ണൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അത് അറിഞ്ഞതും അരിക്കുഞ്ഞ് അവരെ പിറകെ ഓടിയിട്ടുണ്ട്. എന്തൊക്കെയോ പ്രശ്നമുണ്ട്. വാടാ. വേഗം വാടാ. കട്ടപ്പൊണ്ടാട്ടിയ വേലക്കാരിയാവ വെച്ചിരിക്ക. അത് ഞാൻ നോക്കിക്കോളാം. പോടാ പുല്ലേ. ആരാണോ ഹരിയത്തുള്ളത്? തല്ലുന്നത്?
എടാ പൊള്ളാച്ചി അണ്ണ മുണ്ട മുണ്ട് എന്താ ഒന്നും കാണാതെ നിങ്ങൾ ഇവളെ വിളിച്ചോണ്ട് വരത്തില്ലല്ലോ. നിങ്ങളിൽ ആരാടാ ഇവളുടെ കൊച്ചിന്റെ തന്ത? മച്ചമ്പ എന്തിനാ വെറുതെ ബഹളം വെക്കുന്നത്? വന്നത് ഇവിടെ അണ്ണനൊന്നും അല്ല. അതല്ല ചോദിച്ചതിന് സമാധാനം പറ. ഹരി ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. പവിഴ എന്റെ ഭാര്യയാണച്ച. അല്ല, അവളെ രക്ഷപ്പെടുത്താൻ നീ നോക്കണ്ട. കൊല്ലിതെങ്കി കൊന്ന എന്നാലും പറയാ, ഇവളെന്റെ ഭാര്യയാ. ഞാൻ താലി കെട്ടിയ പെണ്ണ്. ഇവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ എനിക്ക് ആരുടെ സമ്മതമൊന്നും വേണ്ട. ഇവിടെ ഭാര്യയാണെങ്കിൽ പിന്നെ എന്തിനാണ് വേലക്കാരിയാണെന്ന് ഞങ്ങളോട് കള്ളം പറഞ്ഞത്? അച്ഛനെ അമ്മാവനെ ഏട്ടന്മാരെയൊക്കെ പേടിച്ചിട്ട്. നീ ചെയ്തത് മഹാപാപമാടാ. താലി കെട്ടിയ പെണ്ണിനെ വേലക്കാരിയാണെന്ന് പറഞ്ഞ് അവളെ എത്രമാത്രം കഷ്ടപ്പെടുത്തി. സത്യം ഞാൻ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ സ്വീകരിക്കുമായിരുന്നോ? ഏട്ടന്മാര് സ്വീകരിക്കുമായിരുന്നോ? അമ്മാവൻ സ്വീകരിക്കുമായിരുന്നോ? ഈ പറയുന്ന അമ്മ? ഞാൻ സ്വീകരിക്കുമായിരുന്നടാ. എനിക്ക് വേണ്ടത് ഒരു മരുമോളെയാണ്. ഈ തങ്കക്കുടത്തിനെ ഞാൻ കളയില്ലടാ.
பொள்ளாச்சி நாச்சிமுத்து கவுண்டம் பரம்பரையில வந்த வீரமுத்து கவுண்டனா ஒரு பெரிய கிராமத்துக்கே சொந்தக்காரன். இதோ இந்த பொண்ணோட அப்ப. என் விதி, நான் 2 தப்பு பண்ணிட்டேன். ஒண்ணு, இந்த பரதேசி நாய் பேச்சை கேட்டது. இன்னொன்னு, முன்ன பின்ன தெரியாத இவனுக்கு என் பொண்ண கல்யாணம் பண்ணி கொடுத்தது. மகராசியா வாழ்வேன். என் பொண்ண நான் ஆசீர்வாதம் பண்ணி அனுப்புனேன். நீங்க எல்லாருமா சேர்ந்து அவளை வேலைக்காரி ஆக்கிட்டீங்க. இனி ஒரு நிமிஷம் கூட அவளை இந்த வீட்டுல நான் இருக்க விட மாட்டேன். வாமா வா. വീരമുത്ത് കൗണ്ടരെ, താൻ തന്റെ മകളെ കൊണ്ടുപോക്കോ. പക്ഷേ എന്റെ മകന്റെ കുഞ്ഞിനെ ഇവിടെ വെച്ചിട്ടു പോ. പിന്നെ കിഴക്കത് മാസം 2 എടുത്തോണ്ട് ഓടുന്ന കണ്ടാ തോന്നുന്നു ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന്. ഒന്ന് പോതാ കൗണ്ടറെ. കൗണ്ടർ അകത്ത് കയറി ഇരിക്കേ. മോളൊന്ന് പെറ്റോട്ടെ, എന്നിട്ട് പോവാലോ. இல்ல, பேர குழந்தை பிறக்கட்டும், அப்புறம் போலான்னு சொல்றாரு. வளகாட்ட முடிச்சிட்டு போங்கப்பா. പൊള്ളാച്ചി കൗണ്ടറെ, നിങ്ങളുടെ മകളെ വേലക്കാരിയാക്കിയത് ഞങ്ങളാരുമല്ല, ഈ പരമനാറിയ. അതാ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. തെറ്റുകൾ കുറെയൊക്കെ എനിക്കും പറ്റിയിട്ടുണ്ട്. നിന്നെ എനിക്കിഷ്ടമാണ് മോളെ. കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പെണ്ണ് വിളിച്ചു പറയുമ്പോഴല്ല, അത് ഞാനാണെന്ന് ആണ് സമ്മതിക്കുമ്പോഴാ ഒരു പെണ്ണിന്റെ വിജയം. നീ എന്റെ മരുമകളാ, ധൈര്യശാലി. என்ன சொல்றாருன்னு புரியுதா? உங்க மக ரொம்ப தங்கமான பொண்ணுன்னு சொல்றாரு. ആ മോനെയും മരുമകളെയും നന്നായിട്ടൊന്ന് ഒഴിഞ്ഞേ. ശരിയാ. എന്നാ പെങ്ങളെ, മാപ്പിളയും പെണ്ണും കൂടെ നീങ്ങി നിന്നേ. கோபி, நீ இங்கோട്ട് വന്നേ. ദീർഘായുസായിട്ടിരി മക്കളെ. അതെ, ഞങ്ങളും പൊള്ളാച്ചിക്ക് വരട്ടെ. ഓ, എന്തിനാ? ഞങ്ങൾക്കും കൂടി ഓരോന്നിനെ സംഘടിപ്പിച്ചു തരുമോ? ഓക്കേ.